ഒരു റോഡിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഡ്രെയിനേജിൻ്റെ ഒരു ഉയരം ഒന്ന് അളന്ന് പരിശോധിക്കുകയാണ് ആദ്യം. ഒന്നര അടി ഉയരത്തിലാണ് ഈ റോഡിൽ നിന്നും ഈ ഒരു ഡ്രെയിനേജ് പണിതിട്ടുള്ളത്. അവിടെ പലയിടത്തും ഇതാണ് അവസ്ഥ. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ അരൂർ ആകാശപാതയുടെ കീഴെയാണുള്ളത്. ഇവിടെ ഏതാണ്ട് ഒരു 70% വരുന്ന ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. നമുക്കതിൻ്റെ അളവ് ആദ്യം ഒന്ന് എടുക്കാം. ഈ ഒരു നിരപ്പിൽ നിന്നും ഈ ഡ്രെയിനേജ് വച്ചിരിക്കുന്നതിൻ്റെ ഒരു അളവാണ്, ഏകദേശം ഒരു അളവാണ്. ഒരു കോലെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 45 സെൻറ്റിമീറ്ററിനടുത്താണ് ഉയരം. ഇത് പല ഭാഗങ്ങളിലും ഇങ്ങനെയാണ് അവസ്ഥ. അതായത് റോഡിൽ നിന്നും ഒരു 45 സെൻറ്റിമീറ്റർ, ഒരു 1.5 അടി ഉയരത്തിലാണ് ഈ ഒരു ഡ്രെയിനേജ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതുമൂലമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ജോലി മൊത്തം പൂർത്തിയായി കഴിഞ്ഞാൽ പല വീടുകളിലോട്ടും പ്രവേശിക്കാനായി വാഹനങ്ങൾ എന്തു ചെയ്യുമെന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. വീടുകളിൽ മാത്രമല്ല, ധാരാളം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഇടമാണ്. ഇവർ താൽക്കാലികമായിട്ട് ഇട്ട് തന്നിരിക്കണം. ഇവർ പറയുന്നുണ്ട് ടൈലൊക്കെ ഇട്ട് തരാം, അത് ടൈലിട്ട് തന്നാൽ കൂടുതൽ ആൾ നിന്നോളും, പിന്നെ അത് പ്രശ്നമില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. തൊട്ടടുത്ത് സ്കൂളിൻ്റെ വാതിക്കൽ അവർ ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അവർ എൻട്രി കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞത് ഈ എൻട്രിയുടെ പരിസരത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്ന. പിന്നെ എൻ്റെ കാറ് കയറാനൊക്കെ ഒരുപാട് പാടുപെട്ട് ഇവിടെ കൂടെ. എൻ്റെ കാറ് മുകളിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിലെ മഡ്ഗാർഡിൻ്റെ സൈഡിലിരിക്കുന്ന സംഗതി ഒടിഞ്ഞു പോയി. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവർ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്, അവിടെയാണ് ഇങ്ങനൊരു നിർമ്മാണം വച്ചിരിക്കുന്നത്. എല്ലാവരും വിചാരിച്ച് റോഡ് കാണയുടെ ഹൈറ്റിലോട്ട് പൊങ്ങുമെന്നുള്ളൂ. പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ അധികാരികളായിട്ട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞ റോഡ് പൊങ്ങില്ല, ഇതാണ് അതവർ മാനദണ്ഡം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതിയിൽ നിന്ന് ഒരു അപ്രോപ്രിയേറ്റുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് 1 മാസമായിട്ട് നമുക്ക് അതിൻ്റെ തീരുമാനമൊന്നും നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ കോടതി ലക്ഷ്യത്തിന് കേസിന് പോകുന്നുള്ള പറഞ്ഞപ്പോഴാണ് അവരൊരു ലെറ്റർ തന്നു. ആ ലെറ്ററിൽ പറഞ്ഞ് അവർക്ക് ഈ ഹൈറ്റിലേ പണിയാൻ പറ്റുമെന്നുള്ളൂ. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ നിലവിൽ ഇവർക്ക് ഭാവിയിൽ അവരുടെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയല്ലേ ഉള്ളത്? അതെ, ഡെഫിനറ്റായിട്ട് എല്ലാവരും ഒരു ക്രൈസിസിലാവും. കാരണം വെച്ചാൽ വരുമാന മാർഗ്ഗമില്ല, പാർക്കിംഗ് സ്പേസ് ഇല്ല, വണ്ടികൾ സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക് കയറ്റാൻ പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് ശരിക്കും പൊറുതി മുട്ടും. എനിക്ക് വണ്ടികളുടെ ഇലക്ട്രിക്കൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിന് വരുന്ന വണ്ടി അകത്തേക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാകണം. 7 മീറ്റർ വരുന്ന റോഡ്, അതിനുശേഷം ഒരു സൈക്കിൾ ട്രാക്ക്, പിന്നീട് ഡ്രെയിനേജ്, അങ്ങനെയാണ് ഇത് ഒരു ഏരിയ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ പണി ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുള്ളൊരു പ്രദേശത്താണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇതാണ് ആ സൈക്കിൾ ട്രാക്ക്. ഇവിടെയാണ് ആ ഹൈറ്റ് ഡിഫറൻസ് വരുന്നത്. വീടുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം ഇപ്പോൾ ഈ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിധത്തിലാണ്. അതായത് സൈക്കിൾ ട്രാക്കിൻ്റെ തന്നെ വരുന്ന ഭാഗം കുറച്ചൊരു സ്ലോപ്പാക്കി വീടുകളിലോട്ടുള്ള പ്രവേശനം കയറാവുന്ന വിധത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്ര ദൂരം സ്ട്രെയിറ്റ് വന്ന ഒരു സൈക്കിൾ ട്രാക്ക് ഇവിടെ വരുമ്പോൾ സ്ലോപ്പായി പൊളഞ്ഞു പോകുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇതിനെ കളിയാക്കി പറയുന്നത് ഇതൊരു സൈക്കിൾ പാത്തല്ല, ഇതൊരു റോളർ കോസ്റ്റർ പാത്ത് എന്നൊരു പേര് നൽകിയാണ് ഇപ്പോൾ ഇതിനെ പരിഹസിക്കുന്നത്. ഇവിടെ നവംബറിൽ ആണ് ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചത്, ഗർഡർ വീണിട്ട്. അപ്പോൾ അതിൽ സേഫ്റ്റി ഓഡിറ്റിങ് നടത്തി. അവരുടെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞേക്കുന്നത് ഈ ഇങ്ങനെ പണിയണ്ട, താത്തി പണിയുക, ഇത് ഹൈലി റിസ്ക്കാണ്, അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലും പറഞ്ഞിട്ട് ആ ഒരു റിപ്പോർട്ട് പോലും അവർ വകവെക്കുന്നില്ല. ഇവരാരും വികസനത്തിന് എതിരല്ല, പക്ഷേ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള വികസനം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ജോയ് സിയാറിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.